യൂസുക്ക, അല്ല ഇതാരും ഉണ്ണി മോനോ? മോനെ എപ്പോ വന്നു? ഞാൻ ഈ വണ്ടിക്ക് വന്നു. നീ ഒരു കത്ത് പോലും അയക്കാണ്ടിട്ടാ പെട്ടെന്ന് വന്ന്? വെറുതെ വന്നതാ. അത് വിട്, എന്തെങ്കിലും വിശേഷം കാണും. ഞാൻ സാധാരണ 3 രൂപ കൊടുക്കാറുള്ളൂ. നീ ഒരു സൂട്ട്കേസും പാക്കറ്റും എടുത്തു വെച്ചാൽ 5 രൂപ. അല്ല, ഇതാരും മല്ലി കുഞ്ഞു, എന്തു പറ്റി? എന്താണ്ടാ? ഒന്നുമില്ല. ഈ സൂട്ട്കേസും പാക്കറ്റും എടുത്തു വെച്ചതിന് 5 രൂപ കൊടുക്കണമെന്ന്. 5 രൂപയോ? എന്താണ്ടാ പിടിച്ചു പറയാണോ നമുക്ക്? മര്യാദക്കുള്ള കൂലി വാങ്ങിട്ട് പോ. മോളൊരു 3 രൂപ കൊടുക്കും. ഞാൻ നേരത്തെ 3 രൂപ കൊടുത്താണിക്കാ. കൊടുത്തോ? അത് മതി, പോ പോ. പിന്നെ മോൾ എവിടെ പോയിരുന്നു? ഞാൻ ആന്റിയുടെ വീട് വരെ പോയിരുന്നു. ഏത്? കൊച്ചാപ്പന്റെ മകൾ ആന്റിയാ? അല്ല, അമ്മയുടെ വീട് വരെ. ഞമ്മക്ക് എങ്ങനെ ഭാഷ പിടിയില്ല മോളെ. കാറ് വന്നില്ലേ? വിളിച്ചു പറഞ്ഞിരുന്നു, എത്തിയില്ല. എന്നാ ബാ. ഉണ്ണിയെ ബാ ബാ. നമ്മൾ എന്നോട് എപ്പോഴും പറയാറില്ലേ മേനോ സാറിനെ പറ്റി? റിട്ടയർഡ് കളക്ടർ, അദ്ദേഹത്തിന്റെ മോളാ. മോളെ, ഞമ്മന്റെ എല്ലാമാണ് ഈ പഹയം കേട്ട. കാറ് വന്നല്ല. വരട്ടെ. അച്ഛനിക്ക് സ്വന്തം തന്നെയല്ലേ മോളെ? ആട്ടെ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങള് പറ. എന്നാ ഞമ്മക്ക് ആദ്യം ഒരു ചായ കുടിക്കാം. ബാ. അപ്പോ കാര്യം അവിടം വരെ എത്തിയ ഈ ഇബ്ലീസുകള് അമ്മേനെ ഉപദ്രവിക്കും. ഏയ്, അവർക്ക് വൈരാഗ്യം മുഴുവൻ എന്നോടാ. ഒരു 5-6 കുറ്റി പുട്ടും കുറച്ച് കടലയും പൊതിഞ്ഞെടുക്ക്. ഇതാർക്കാ? ലോഡ്ജിൽ 5-6 അപ്പൊ അഹേമാർക്ക. അല്ലെങ്കിലേ അർദ്ധ പട്ടിണിക്കാര്, പോരെങ്കിലും മാസാവസാനം. എല്ലാം വലിയ അഭിമാനിയല്ലേ? ഒന്നുമില്ലെങ്കിലും മുണ്ടും മരിച്ച് മുറുക്കി കൊടുത്തു നടക്കും. യൂസുഫിക്കയുടെ സ്വഭാവം ഒന്നും ഇതുവരെ മാറിയിട്ടില്ല. അതെങ്ങനെയാണ് മോനെ? രാത്രിയും പകലും മാറുന്നത് പോലെ മനുഷ്യന് മാറാൻ പറ്റുമോ? അല്ല. പോവാ. ഇതാരെ കൃഷ്ണനെയോ? എപ്പത്തി? ഇപ്പൊ വന്നേ ഉള്ളൂ. എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ? നല്ല വിശേഷം. ക്ലാസ് ഉണ്ടല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ആട്ടെ, ജോലി വലുതായോ? ഒന്നും ആയിട്ടില്ല. ഇവരുടെ തിന്നോളി, ഭർത്താനൊക്കെ പിന്നെ മതി. അല്ലാ, മെയിൽ വരാറായി, നമ്മൾ പോണം. ഞാനൊന്ന് കുളിക്കട്ടെ. ബാത്റൂമിൽ നാരായണ പട്ടുണ്ട്. മണിക്കൂർ വന്നാലും കുളിക്കാൻ കയറിയിട്ട് എവിടെ എന്തെടുക്കാൻ? ഓ, അവിടെ നിന്ന് കണക്കെഴുത്തായിരിക്കും. സാമാൻ കൊടുക്കല്ലേ കേട്ടോ. ആ ഉമ്മ കുളിച്ചപ്പോൾ താൻ മതൽ പക്കി നോക്കില്ലേ? ഇങ്ങനെ താൻ മതൽ പക്കി നോക്കില്ലേ? ധാരാളം കൃഷ്ണനുണ്ണിയോ തനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. തിരുമൽ ദേവ, എനിക്ക് ഒരു കണ്ണാടി ക്ലാസ് കിട്ടിയാൽ മതിയായിരുന്നു. തനിക്ക് എന്റെ കൺഗ്രാജുലേഷൻ. ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് പറയാം കേട്ടോ. തനിക്ക് ഞാൻ വെച്ചോണ്ട് കേട്ടോ. യൂസുഫ, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ടിട്ട് 5-6 കൊല്ലമായി. അന്ന് മുതല് എത്ര താല്പര്യത്തോടെയാണ് നിങ്ങൾ എന്നോട് പെരുമാറുന്നത്. എന്താണ് അതിന്റെ കാരണമെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. യൂസുഫ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല മോനെ. അല്ല, എന്തോ ഉണ്ട്. എന്തോ യൂസുഫ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു. എന്താ യൂസുഫ? ഒളിച്ചു വെക്കാൻ മാത്രമുള്ള രഹസ്യമൊന്നും അതിലില്ല. പിന്നെ നമ്മളെ വിഷമം വേറൊരാൾ അറിയുന്നുണ്ട്. അപ്പോ ഞാൻ അന്യനാണോ? അല്ല മോനെ. എന്നാൽ എന്നോട് പറയൂ യൂസുഫ. നമ്മളെ ബാപ്പയും വളരെ ചെറുപ്പത്തിലേ മയ്യത്തായി. പിന്നെ നമ്മളെ കൊച്ചനീനും മാത്രമായിരുന്നു. അവന്റെ 10ാമത്തെ വയസ്സിൽ അവനൊരു അപകടത്തിൽ മരിച്ചു. അന്ന് ഞാൻ നാട് വിട്ടതാണ്. ഇന്ന് അവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മോന്റെ അത്രയും ഉണ്ടായിരുന്നേനെ. അവനെ പഠിപ്പിച്ച് വലിയ നിലയിലാക്കണമെന്ന് നമുക്ക് പെരുത്ത മോഹം ഉണ്ടായിരുന്നു. ഇപ്പോ ഞമ്മക്ക് സന്തോഷായി. എപ്പോഴും മോനെ കാണുമ്പോ അവനെ കുറിച്ചുള്ള ഓർമ്മകളും നമ്മളെ മനസ്സ് തെളിഞ്ഞു വരും. അതൊക്കെ പോട്ടെ. ജോലി വല്ലതും കണ്ടുവച്ചിട്ടുണ്ടാ? ഇക്കാലത്ത് ആര് ജോലി തരാനാ യൂസുഫ? നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. യൂസഫോ, ഇരിക്കെ. ഇതാണ് നമ്മൾ പറഞ്ഞ ആള്, കൃഷ്ണനുണ്ണി. ഹലോ, ഇരിക്കൂ കൃഷ്ണനുണ്ണി. കൃഷ്ണനുണ്ണിയുടെ ജോലിക്കാര്യത്തെ കുറിച്ച് യൂസഫ് എന്നോട് പറഞ്ഞിരുന്നു. യൂസഫ് പറഞ്ഞാൽ എനിക്ക് തട്ടിക്കളയാൻ പറ്റുമോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം അതാണ്.
ആ എനിക്ക് ചില പേഴ്സണൽ വർക്കുകളൊക്കെ ഉണ്ട്. ചില ലെറ്ററുകളും ബിസിനസ് കറസ്പോണ്ടൻസും. അധികം ചെയ്യാനുള്ള ജോലികളൊന്നുമില്ല. കൃഷ്ണൻ എവിടെയാ താമസിക്കുന്നത്? എന്റെ കൂടെയാണ് സാർ, ലോഡ്ജിൽ. നാളെ മുതൽ വന്നോളൂ. എന്നാല് ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തിനാ ഡാഡി യൂസഫ്ക്ക വന്നത്? നീ യൂസഫിന്റെ കൂടെ വന്ന ആ ചെറുപ്പക്കാരനെ കണ്ടില്ലേ? MA കാരനാ, പേര് കൃഷ്ണുണ്ണി. യൂസഫിന്റെ അടുത്ത സുഹൃത്താ. അയാൾക്കൊരു ജോലി വാങ്ങി കൊടുക്കണമെന്ന് യൂസഫ് എന്നോട് പറഞ്ഞിരുന്നു. യൂസഫ് പറഞ്ഞാൽ എങ്ങനെയാ മോളെ പറ്റില്ല എന്ന് പറയുക? എന്റെ പേഴ്സണൽ കാര്യത്തിന് എന്നെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്കും തോന്നി. കണ്ടിട്ട് നല്ല പയ്യനാണെന്ന് തോന്നി. MA ലിറ്ററേച്ചർ ആണല്ലേ? അതെ. ലെക്ചേഴ്സിന്റെ പോസ്റ്റിലേക്ക് കോളേജിലൊന്നും അപ്ലൈ ചെയ്തില്ലേ? 25,000 രൂപ ഡൊണേഷൻ കൊടുക്കാനില്ല, അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ. ഡാഡി പറഞ്ഞു. ഉണ്ണി എങ്ങോട്ടാ? ഞാൻ ലോഡ്ജിലേക്കാ. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട, നടക്കാവുന്നേ ഉള്ളൂ. എന്തിനാ വെറുതെ നടന്ന് കാല് തേച്ച് കളയുന്നത്? ഇനിയും വളരെ നാൾ നടക്കേണ്ടതല്ലേ? കേറും. അവിടെയല്ലേ സാറേ, ഇവിടെ. ആ, മല്ലിക ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ഉണ്ണിക്ക് ഇതൊക്കെ അറിയോ? ഏയ്, ഞാൻ വരുന്ന നോക്കിയോ? ദേ എന്റെ കൈയൊന്ന് നോക്കി. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞൂടാ. കള്ളം. ഉണ്ണി പ്ലീസ്, ഒന്ന് പറയുന്നേ. ഇതാണ് 1000 രേഖ. തെളിഞ്ഞു കിടപ്പുണ്ട്. ഒരു 100 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കും. 100 വയസ്സ് വരെയോ? ആ, മക്കളെയും അവരുടെ മക്കളെയും ഒക്കെ കണ്ട് 8 മക്കളുണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട്. അതിൽ 2 എണ്ണം ഇരട്ടെ. അയ്യോ, 8 മക്കളോ? ആ, ഇനി എന്താണ് അറിയേണ്ടത്? ഉണ്ണി തന്നെ പറയൂ. അതെനിക്ക് എങ്ങനെ അറിയാം? ചോദിച്ചാ ഞാൻ പറയാം. പറയൂ. ആ, ഇപ്പൊ മനസ്സിലായി. എന്താ? ഈ രേഖകളുണ്ട്. ഈ രേഖ ഇവിടെ വന്ന് മുട്ടുമ്പോ സംഗതി നടക്കും. എന്ത് നടക്കും? മല്ലിക എന്ത് മനസ്സിൽ വിചാരിച്ചോ അത് നടക്കും. ആ, ഉണ്ണിയോ? എക്സാം എല്ലാം കഴിഞ്ഞല്ലോ? കഴിഞ്ഞു. എങ്ങനെയാ, ഒപ്പുണ്ടോ? ആ, എനിവേ വെരി ഗുഡ്. എൻട്രൻസ് എക്സാം പാസ്സായാൽ പിന്നെ ഇന്റർവ്യൂ അല്ലേ? അത് നമുക്ക് എങ്ങനെയും മാനേജ് ചെയ്യാം. യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആവും. ഉണ്ണി വീട്ടിൽ പോകുന്നില്ലേ? ഇന്റർവ്യൂ കൂടെ കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചു. ആ, ഡാഡി ആരോടാ സംസാരിച്ചോണ്ടിരുന്നേ? ഉണ്ണിയോട്. ഉണ്ണി വന്നു. എന്നിട്ട് എവിടെ? മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഉണ്ണി, ഉണ്ണി. അയ്യോ, ചതിക്കല്ലേ, കുളിക്കാണ്. എന്താ കഴിഞ്ഞില്ലേ? ആ, കഴിഞ്ഞു. ഒന്ന് വേഗം വന്നേ. വരുന്നു. എന്താ, എന്ത് പറ്റി? എത്ര ദിവസമായി കണ്ടിട്ട്, കാണാൻ കൊതിയാവുമായിരുന്നു. ഞാൻ വിചാരിച്ചു എന്നെ മറന്നെന്ന്. മല്ലിക അങ്ങനെ മറക്കാൻ പറ്റും? നീ എന്ത് മല്ലികേ, എന്ത് പറ്റി? ഇത് വട്ടു കേസാണെന്ന് തോന്നുന്നു.
നിന്നോട് വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നീ ഒഴിഞ്ഞു മാറിയിട്ടേ ഉള്ളൂ. എന്താണ് കാരണമെന്ന് ഞാൻ ഇതിനു മുമ്പ് ചോദിച്ചിട്ടില്ല. നീ പഠിപ്പും അറിവുമുള്ള ഒരു പെൺകുട്ടിയാണ്. വിവാഹത്തെക്കുറിച്ച് നിനക്ക് ചില സങ്കല്പങ്ങളും തീരുമാനങ്ങളും ഉണ്ടാവും. ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് അധികാരമായില്ലെങ്കിലും എനിക്ക് അവനെപ്പറ്റി നല്ല അഭിപ്രായമാണ്. മോളെ, നിനക്ക് ഉണ്ണിയെ ഇഷ്ടമാണോ? ഉണ്ണി എവിടെ പോയിരുന്നു? ഞാനൊന്ന് ലോഡ്ജ് വരെ പോയിരുന്നു. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ സാർ? ഉണ്ണി ഒന്ന് ഓഫ് ചെയ്യും. എന്താണ് സാർ? ഉണ്ണി ഇരിക്കൂ. നമ്മൾ തമ്മിൽ ഒരു മുഖവുരയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നെ പോലെ തന്നെ എന്റെ മകൾക്കും ഉണ്ണി ഇഷ്ടമാണ്. ഇതിനെപ്പറ്റി ഉണ്ണിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ പിന്നെ ഇവിടെ കടപ്പാടിന്റെ പ്രശ്നമൊന്നുമില്ല. ഉണ്ണിക്ക് ജോലി തന്നതും IAS എഴുതാൻ സഹായിച്ചതും ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് മൈ മോറൽ ഒബ്ലിഗേഷൻ. ധാർമ്മികമായ ചുമതല, അത്രമാത്രം. ഇല്ല സർ, അതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഈ നിമിഷം വരെ മല്ലി എനിക്കൊരു സഹോദരി മാത്രമാണ്. എനിക്ക് അഭയം തന്ന സാറിനോട് ഞാൻ നന്ദിയോട് കാണിക്കില്ല സർ. ഓ, ഐ ആം സോറി. എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഇറ്റ് വാസ് എ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് സർ. ടേക്ക് ഇറ്റ് ഈസി. മല്ലികേ, മല്ലിക കരയാണ്. ഞാൻ കരഞ്ഞില്ലല്ലോ. മല്ലിക, ഇത്രയും കാലം ഞാൻ മല്ലികയോട് ഇടപഴകിയതും പെരുമാറിയതും ഒരു സഹോദരി എന്ന നിലയ്ക്കാണ്. എന്നെ സ്നേഹിക്കാൻ എനിക്ക് അച്ഛനില്ല, സഹോദരിയില്ല. ആ നിലയിൽ മാത്രമേ മേനോ സാറിനെയും മല്ലിയെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് മല്ലികയുടെയും മേനോ സാറിന്റെ മുമ്പിൽ ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അത്രമാത്രം എന്നെ സ്നേഹിക്കുന്നവരാണ്. എന്റെ നാട്ടിൽ ഞാൻ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ട്. അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. മല്ലിക ഇതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. എന്നോട് ക്ഷമിക്കും. ഉണ്ണി, ഉണ്ണി, എന്താ യോസിക്ക രാത്രിയില്? നാട്ടിൽ എന്റെ കോപം വന്നിട്ടുണ്ട്. എന്നോടെന്താ പറയാനുണ്ടെന്ന്? നിങ്ങൾ കയറുക. എന്തു പറ്റി ഗോവ? പറഞ്ഞൂടെ? എന്താടാ പറയടാ. ഇന്ന് രാവിലെ രാധികയുടെ വിവാഹം കഴിഞ്ഞു. വിക്രമനാണ് വരുന്നത്. എന്റെ നാട്ടിൽ ഞാൻ സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ട്. അവളെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. യൂസേ, അല്ല, ഇതാര്? സുഖാണോ? അതെ അതെ. ഉണ്ണി എവിടെ? ഉണ്ണിയെ, ഉണ്ണിയെ, ഇതാരാ വന്നിക്കണം നോക്ക്. ഉണ്ണി, ഇന്ന് രാവിലെ എന്റെ ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. നിനക്ക് IAS സെലക്ഷൻ കിട്ടി. കൺഗ്രാജുലേഷൻസ്. എന്റെ റഹ്മാനായ തമ്പുരാനെ. മൈ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. ഉണ്ണി ഈ നാട്ടിൽ തന്നെ
കളക്ടറായിട്ട് തിരിച്ചു വരണം. വെൽ ഡൺ മൈ ബോയ്, ഐ ആം പ്രൗഡ് ഓഫ് യു. ആ, അമ്മ ഉടനെ വിവരം അറിയിക്കണം കേട്ടോ. ട്രെയിനിങ്ങിന് പോകാൻ തയ്യാറായിക്കോളൂ. ശരി, ഓർഡർ ഉടനെ വരും. ആ, വരട്ടെ. എന്റെ മോനെ മാഹന്മാരെ, ഇവൻ ആരാണെന്ന് അറിഞ്ഞ? കലക്ടർ. കണ്ട ആപ്പ ഊപ്പി ഒന്നല്ല, IAS കലക്ടർ. നീ അറിഞ്ഞ ഇവൻ ആരാണെന്ന് അറിഞ്ഞ? വട്ടേ കേട്ടാ? തനിക്ക് എന്റെ നമ്മക്കല്ല, നമുക്ക് ആ കൈ അങ്ങോട്ട് കൊടുക്കും. എല്ലാരും കേട്ടോളി, ഇന്ന് ഞമ്മളെ വക എല്ലാവർക്കും ഒരു ബടാക്കാരൻ. വീടെത്തി. ഗോപ, എടാ ഗോപ, നീ എന്താ ഇവിടെ വന്ന് കിടക്കുന്നേ? പിന്നെ എവിടെ പോയി കിടക്കാൻ? നല്ല പാർട്ടിയാ, വരാൻ കണ്ട സമയം. നീ എപ്പോ വന്നു? ഞാൻ 5:30 പാസിന് വന്നു. നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാനൊരു ആളെ കാണാൻ പറ്റുന്നു. വാ. രാധിക നിന്റെ ഓഫീസിൽ തന്നെയാ വർക്ക് ചെയ്യുന്നല്ലേ? ഉം. എടാ ഇവിടെ ഒന്നും ഇരിപ്പില്ലേ? എന്താടാ? അവനെ സ്കോച്ച്, നമുക്കൊന്ന് പെരുമാറണ്ടേ? ഞാനിപ്പോ കുടിയൊക്കെ നിർത്തി. നീ എവിടെ IAS ഓഫീസറാ? നിന്നെ ആരും രഹസ്യമായിട്ട് കാണാൻ വരാറില്ലേ? നിനക്ക് വേറൊന്നും പറയാനില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ PA ആയിക്കോളാം. അങ്ങനെ വരുന്ന പാർട്ടീസിനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വല്ല സ്കോച്ചോ ഫ്രിഡ്ജോ വീഡിയോ കാറോ അങ്ങനെ അങ്ങനെ എന്താന്ന് മതി മതി, നിർത്ത്. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് അല്പം കഴിക്കാതിരിക്കാൻ വയ്യ. എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വരുന്ന ഇത് വാങ്ങിച്ചോണ്ട് വന്നത്. നിറച്ച് വെള്ളം. ആർക്കേത്? സ്ഥലം സബ് കളക്ടർക്ക്. കുടിക്ക്. എനിക്ക് വേണ്ട. ഓ, വേണ്ടെങ്കി വേണ്ട. എടാ IAS മോനെ, പുണ്യാളാ, നീയൊന്നും നന്നാകത്തില്ല. നമ്മൾ ആദ്യമായിട്ട് മദ്യപിച്ച ദിവസം നീ ഓർക്കുന്നുണ്ടോ? ഇത് തന്നെയാണോ വീട്ടിലുള്ള വഴി? ഇത് തന്നെ. ഇവ കാണുന്നതാ ഭാർഗവ പാലസിന്റെ ഗേറ്റ്. ഭാർഗവ കാലത്തിലെ വീട് അതല്ലടാ. 2 ഗ്ലാസ് അകത്ത് നിന്നപ്പോ ഒരു വിളവില്ലേ? നമ്മുടെ ദാരിദ്ര്യ ചേട്ടൻ. നമസ്കാരം. ഗോപനോ? മല്ലനും മാധവനും കൂടി എവിടെ പോയിരുന്നു? ഷാപ്പ് വരെ പോയി. ഷാപ്പിലോ? എന്തിന്? ഷാപ്പിൽ പോകുന്ന കള്ളു പിടിക്കാനുള്ള ഷേവ് ചെയ്യാൻ. താൻ ആരടോ? കഷ്ടം. നീ എന്താടാ അയാള് പറഞ്ഞു? ഷാപ്പിൽ പോയിരുന്നു. നമ്മൾ കുടിച്ച നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കണം അല്ലേ? എടാ അളിയാ, നമ്മളൽപ്പം പെരുമാറിയിട്ടുള്ളത് 4 ആൾക്കാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കാശ് കൊടുത്ത് കുടിച്ചതിന് എന്തോ പ്രയോജനം? പോടാ. എടാ 4 ആൾ കാണുക ഷാപ്പിൽ പോയി കുടിക്കണം. ആഘോഷമായിട്ട് ആരുടെയെങ്കിലും വായിലേക്ക് എന്നെ വാലടിക്കണം. എന്നിട്ട് ഏതെങ്കിലും കടത്തിണ്ണയിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോ ഏതെങ്കിലും ഒരു കൊടിച്ചി പട്ടി വന്ന് ചിറുനാക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നതിന് വല്ല തെളിവുണ്ടോടാ അളിയാ? നമസ്കാരം മാഷേ, ഞങ്ങൾ ആ ഷാപ്പ് വരെ പോയതാണ്, ചോറുണ്ണാനാണ്. നീ എന്തിനാണ് കുടിച്ച് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുന്നു? നമ്മളുടെ വീട്ടിൽ കയറ്റോടാ നീ. പിന്നെ അമ്മയ്ക്ക് ഇതറിയാനാ നേരം. നിനക്കത് പറയാം, ഞാനേതായാലും വീട്ടിലേക്കില്ല. ഞാൻ നിന്റെ വീട്ടിൽ കിടന്നു. യവനെ പോലൊരു പേടിത്തൊണ്ടൻ അമ്മ അറിയുന്നു. എടാ, അച്ഛനും മകനും കൂടി ഒരേ സ്ഥലത്ത് ഡിഗോഫിക്കേഷൻ വരെ പോകുന്നു. പിന്നെയാണ് നീ ഉള്ള കള്ളടിച്ചത്. വാടാ അവിടെ. രാധിക വരുന്നു. കുടിച്ച ആളറിയാൻ മോശം. ഞാനൊരു കാര്യം, ഞാൻ ഈ വഴി അങ്ങോട്ട് പോവാ. അറിയത്തില്ലെന്ന്. ഞാൻ കൊണ്ടുപോവാ. നീ കേട്ടല്ലോ? ഞാൻ കൊണ്ടുപോവാ. ധൈര്യമായിട്ട് വാ. രാധേ, ഞാൻ കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവ ആയിരിക്കും ഫിറ്റ്. ഞാൻ പറഞ്ഞ
മദ്യം വിഷമാണ്, കൈ കൊണ്ട് തുടർന്ന് കുഴപ്പമാണ്. പക്ഷെ ഞാൻ കൈ കൊണ്ട് തൊട്ടില്ല. രാവിലെ വിളിച്ച പഴങ്കഞ്ഞന്റെ റിയാക്ഷനാ. അല്ല രാധിക ഷാപ്പിൽ അല്ല കോളേജിൽ നിന്ന് വരുന്ന വഴിയാ. കൈകൊണ്ട് പിടിക്കാൻ വയറ്റ് കാണാം. മാനമര്യാദക്ക് ജീവിക്കണ പെമ്പിള്ളേരെ വഴിയാളെ സമ്മതിക്കാതെ നീ നിന്റെ എനിക്ക് ചിന്ത നിന്നെ ഞാൻ വെല്ലി കൊണ്ടാക്കാം. നീ പോ. ഇവിടെ വഴക്കും സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞില്ലേ വഴക്കും. ഓക്കെ നമ്മള് കുടിച്ചോന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ നല്ല തടിയായില്ല. അന്ന് നീ രാവിലെ കണ്ടപ്പോ അഡ്ജസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പാട്.